നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിരവധി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് വഴി ലോൺ ലഭിക്കുമോ, പോസ്റ്റ് ഓഫീസ് ലോൺ നൽകുന്നുണ്ടോ, അതുപോലെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് വഴി അപേക്ഷിച്ചാൽ സർക്കാർ നേരിട്ട് പണം തരുമോ, അതുപോലെ ഈ സേവനം സുരക്ഷിതമാണോ? ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾ പലർക്കുമുണ്ട്. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കുമായി ലോണുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫീസ് ലോൺ, സർക്കാർ ലോൺ എന്നിങ്ങനെ നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അവയിൽ ചിലത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളും ഉൾക്കൊള്ളാറുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ യാഥാർത്ഥത്തിൽ എന്താണ് ലോൺ, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ, ആരൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, യോഗ്യതകൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ ലോൺ സംബന്ധിച്ച എല്ലാ സംശയങ്ങളും വ്യക്തമായി മറുപടി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം എന്താണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എന്ന് നോക്കാം. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എന്നത് ഇന്ത്യ പോസ്റ്റിന്റെ ഒരു ബാങ്കിങ് സംവിധാനമാണ്. അതായത് ഇന്ത്യൻ സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു പേയ്മെന്റ്സ് ബാങ്കാണ്. രാജ്യത്തുടനീളം ആയിരക്കണക്കിന് പോസ്റ്റ് ഓഫീസുകളിലൂടെയും പോസ്റ്റ്മാൻമാരിലൂടെയും സേവനം ഉപയോഗപ്പെടുത്തി ബാങ്കിങ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സേവിങ്സ് അക്കൗണ്ട്, അതുപോലെ ഡിജിറ്റൽ ബാങ്കിങ്, പണമിടപാടുകൾ, AEPS, ഇൻഷുറൻസ്, ബിൽ പേയ്മെന്റ്സ്, അതുപോലെ DBT ക്രെഡിറ്റുകൾ തുടങ്ങി നിരവധി സേവനങ്ങൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് നൽകുന്നുണ്ട്. ഇതിനൊപ്പം മറ്റൊരു പ്രധാന സേവനമാണ് ലോൺ റെഫറൽ സർവീസും. ഇനി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് നേരിട്ട് ലോൺ നൽകുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഉത്തരം വളരെ വ്യക്തമാണ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് നേരിട്ട് വായ്പ നൽകില്ല. പക്ഷേ ലോൺ റെഫറൽ പ്ലാറ്റ്ഫോമായി മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് നിങ്ങൾ നൽകിയ വിവരങ്ങൾ പരിശോധിച്ച് അനുയോജ്യമായ ബാങ്കുകളിലേക്കോ NBFC പങ്കാളികളിലേക്കോ നിങ്ങളുടെ അപേക്ഷ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരാണ് അപേക്ഷ പരിശോധിച്ച് അന്തിമ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് IPPB ഉറപ്പായും ലോൺ നൽകുമെന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വിശ്വസിക്കരുത്. അന്തിമ അംഗീകാരം നൽകുന്ന പങ്കാളി ധനകാര്യ സ്ഥാപനമാണിത്. അതായത് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുള്ള കാര്യം പറഞ്ഞുതരാം. ലോൺ റെഫറൽ സർവീസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത് ഒരു ഇടനില സേവനമാണ്. നിങ്ങൾക്ക് വിവിധ ബാങ്കുകളിൽ പോയി പ്രത്യേകം അപേക്ഷിക്കേണ്ട ബുദ്ധിമുട്ട് കുറയ്ക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. IPPB നിങ്ങളുടെ വിവരങ്ങൾ സ്വീകരിച്ച് അവരുടെ അംഗീകൃത ബാങ്കിംഗ് പങ്കാളികൾക്ക് കൈമാറും. അവരാണ് തുടർന്ന് നിങ്ങളെ ബന്ധപ്പെടുന്നതും യോഗ്യതയുണ്ടെങ്കിൽ വായ്പ അനുവദിക്കുന്നതും. യോഗ്യതയില്ലെങ്കിൽ അപേക്ഷ നിരസിക്കുകയും ചെയ്യും. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് റെഫറൽ സർവീസ് എന്നത് ലോൺ അപ്രൂവൽ അല്ല. ഈ രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. അതായത് ഏതെല്ലാം വായ്പകളാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനാവുന്നതെന്ന് പറഞ്ഞുതരാം. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് വഴി വിവിധ വിഭാഗങ്ങളിലെ വായ്പകൾക്കായി റെഫറൽ നൽകാൻ സാധിക്കും. അതായത് ഒന്നാമത്തെ കാര്യം പേഴ്സണൽ ലോണ്. അതായത് വ്യക്തിഗത ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒരു ലോണാണിത്. മെഡിക്കൽ ചെലവ്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, വീട്ടിലെ അത്യാവശ്യങ്ങൾ, വിവാഹ ചെലവ്, മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കും. ഇവയ്ക്ക് പലരും പേഴ്സണൽ ലോണ് തിരഞ്ഞെടുക്കാറുണ്ട്. ഇനി രണ്ടാമത്തേതാണ് ഹോം ലോൺ. വീട് നിർമ്മിക്കുക, പുതിയ വീട് വാങ്ങുക, അതുപോലെ ഫ്ലാറ്റ് വാങ്ങുക, വീട് പുതുക്കി പണിയുക, ഇത്തരം ആവശ്യങ്ങൾക്ക് ഹോം ലോണ് ലഭ്യമായ പങ്കാളി ബാങ്കുകളിലേക്ക് റെഫർ ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം ബിസിനസ് ലോണാണ്. ചെറുകിട വ്യാപാരം, സ്റ്റാർട്ടപ്പ്, ഷോപ്പ് വികസിപ്പിക്കൽ, അതുപോലെ മെഷീൻ വാങ്ങാൻ, വർക്കിംഗ് ക്യാപിറ്റൽ, ഇത്തരം ആവശ്യങ്ങൾക്കായി ബിസിനസ് ലോണുകൾക്കായും റെഫറൽ നൽകാം. ഇനി ഗോൾഡ് ലോൺ, സ്വർണം ഈടായി നൽകി വായ്പ ലഭിക്കുന്ന സംവിധാനത്തിലേക്കും ഇത് റെഫറൽ ചെയ്യാൻ സാധിക്കും. ഇനി അപേക്ഷ നൽകുന്ന രീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ലളിതമായ കാര്യമാണ് അപേക്ഷ നൽകുന്നത്. ആദ്യം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ ലോൺ റെഫറൽ സർവീസ് എന്ന വിഭാഗം തിരഞ്ഞെടുക്കുക. തുടർന്ന് മൊബൈൽ നമ്പർ നൽകുക. OTP ഉപയോഗിച്ച് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. ശേഷം ആവശ്യമായ വിവരങ്ങൾ, അതായത് പേര്, വിലാസം, ജനന തീയതി, തൊഴിൽ, വരുമാനം, സംസ്ഥാന വിവരങ്ങൾ, ആവശ്യമായ ലോൺ തരം, ഇവ കൃത്യമായി നൽകണം. തുടർന്ന് അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ അപേക്ഷ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് സ്വീകരിക്കും. തുടർന്ന് പങ്കാളി ബാങ്കുകളിലേക്ക് കൈമാറും. അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ നിങ്ങളെ ബന്ധപ്പെടും.
കൂടുതൽ രേഖകൾ ആവശ്യപ്പെടും. ക്രെഡിറ്റ് പരിശോധന നടത്തും, വരുമാനം പരിശോധിക്കും, സിബിൽ സ്കോർ പ്രത്യേകം നോക്കും. തുടർന്ന് മാത്രമേ വായ്പ സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇനി യോഗ്യത എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പൗരനായിരിക്കണം, അതുപോലെ 18 വയസ്സ് പൂർത്തിയായിരിക്കണം, സ്ഥിര വരുമാനം ഉണ്ടായിരിക്കണം, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉണ്ടായിരിക്കണം, ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ കഴിയണം. ഇത് കൂടാതെ ഓരോ പങ്കാളി ബാങ്കിനും അവരുടെ സ്വന്തം യോഗ്യതാ മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കും. ഇനി ആവശ്യമായി വരുന്ന രേഖകൾ സാധാരണ ആവശ്യമായി വരുന്ന രേഖകൾ തന്നെ വരിക. അതായത് ആധാർ കാർഡ്, പാൻ കാർഡ്, വിലാസരേഖ, വരുമാന രേഖ, സാലറി സ്ലിപ്പ് ഉണ്ടെങ്കിൽ അത്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഫോട്ടോ, തൊഴിൽ സംബന്ധിച്ച രേഖകൾ, ബിസിനസ് ആവശ്യത്തിനാണെങ്കിൽ ബിസിനസ് രേഖകൾ, ഗോൾഡ് ലോൺ ആണെങ്കിൽ സ്വർണം സംബന്ധിച്ച പരിശോധനകളും ഉണ്ടായിരിക്കും. പല ബാങ്കുകളും സിബിൽ സ്കോർ പരിശോധിക്കും. നല്ല ക്രെഡിറ്റ് ചരിത്രമുള്ളവർക്ക് വായ്പ ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. നിലവിൽ നിരവധി വായ്പകൾ ഉള്ളവർക്ക് അധിക പരിശോധന ഉണ്ടായേക്കാം. EMI അളവുകളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതും ബാധിക്കും. അതുപോലെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് പലിശ നിശ്ചയിക്കുന്നില്ല. പലിശ നിശ്ചയിക്കുന്നത് വായ്പ നൽകുന്ന ബാങ്കാണ്. അതുകൊണ്ട് ബാങ്കുകൾ അനുസരിച്ച് പലിശ വ്യത്യാസപ്പെടും. ലോൺ എമൗണ്ട്, ലോൺ ടെൻഡർ, ക്രെഡിറ്റ് പ്രൊഫൈൽ, ഇൻകം, റിസ്ക് അസസ്മെന്റ് ഇവയെല്ലാം പലിശയെ ബാധിക്കും. അതുപോലെ എന്തുകൊണ്ട് ചില അപേക്ഷകൾ നിരസിക്കപ്പെടുന്നുള്ള ചോദ്യമുണ്ട്. വരുമാനം കുറവായിരിക്കുന്നതും, രേഖകൾ അപൂർണമായിരിക്കുന്നതും, സിവിൽ സ്കോർ മോശമായിരിക്കുന്നതും, നിലവിലെ കടബാധ്യത കൂടുതലായിരിക്കുന്നതും, യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും, ഇതെല്ലാം കാരണം അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ അതെ, സുരക്ഷിതമാണ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് നിങ്ങളുടെ അപേക്ഷ പങ്കാളി ബാങ്കിലേക്ക് കൈമാറുന്ന സ്ഥാപനമാണ്. വായ്പ നൽകുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ലോൺ അപ്രൂവൽ ലഭിക്കുമെന്ന് ഉറപ്പില്ല. കാരണം നിങ്ങളുടെ ഈ കാര്യം, മുൻപ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തട്ടിപ്പുകളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരിക്കലും OTP ആരുമായും ഷെയർ ചെയ്യരുത്, പിന്ന് പറയരുത്, CVV പറയരുത്, അപരിചിത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്, അനൗദ്യോഗിക ഏജന്റുമാർക്ക് പണം നൽകരുത്, ഔദ്യോഗിക വെബ്സൈറ്റ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, ഈ ലോൺ അംഗീകാരം ഉറപ്പല്ല. അതായത് യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. വായ്പ നൽകുന്നത് പങ്കാളി ബാങ്കുകളാണ്. എല്ലാ അപേക്ഷകളും അംഗീകരിക്കപ്പെടണമെന്നില്ല. യോഗ്യത നിർബന്ധമാണ്. രേഖകൾ ശരിയായിരിക്കണം, വരുമാനം തെളിയിക്കണം, ക്രെഡിറ്റ് പരിശോധന ഉണ്ടാവും. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ അപേക്ഷിക്കാമെന്നുള്ള ചോദ്യമുണ്ട്. പങ്കാളി ബാങ്കുകൾ നിബന്ധന അനുസരിച്ചായിരിക്കും നടപടികൾ വരിക. സർക്കാർ സൗജന്യ ലോൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് സാധാരണ ബാങ്ക് വായ്പയാണ്. സബ്സിഡി ഉണ്ടോ എന്ന് ചോദിച്ചാലും എല്ലാ വായ്പകൾക്കും സബ്സിഡി ലഭിക്കില്ല. പ്രത്യേക സർക്കാർ പദ്ധതികൾ ഉണ്ടെങ്കിൽ മാത്രം അത് ബാധകമാണ്. ഉടൻ പണം അക്കൗണ്ടിൽ വരുമോ എന്നുള്ള ചോദ്യത്തിനും ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ആദ്യം ബാങ്ക് അപേക്ഷ പരിശോധിക്കും, ശേഷമാണ് തീരുമാനം വരിക. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ ലോൺ റെഫറൽ സർവീസ് എന്നത് വായ്പ ആവശ്യമായവരെ വിശ്വസനീയമായ ബാങ്കിങ് പങ്കാളിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനമാണത്. ഇത് നേരിട്ട് വായ്പ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയല്ല. അപേക്ഷ നൽകുന്നതിന് മുൻപ് ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക, നിങ്ങളുടെ രേഖകൾ കൃത്യമായി തയ്യാറാക്കുക, വരുമാന വിവരങ്ങൾ ശരിയായി നൽകുക, വ്യാജ ഏജന്റുമാരിൽ നിന്ന് അകന്നു നിൽക്കുക, വായ്പ എടുക്കുമ്പോൾ തിരിച്ചടയ്ക്കാനുള്ള ശേഷി കൂടി കണക്കിലെടുക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വിവരം ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഹൈപ്പ് ചെയ്യാനും, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.